ടോപ്പ് സിംഗറിലെ ഡ്യുവറ്റ് വിത്ത് സീനിയേഴ്സ് റൗണ്ട് ആണ് വരുന്നത്. വൈഗ കുട്ടിയാണ്. വെൽക്കം വൈഗ. വൈകിക്കുട്ടി എന്തോ സാർ എന്തേ വൈകിയത്? നല്ല പാവാട, നല്ല രസമുണ്ട്, നല്ല ഉടുപ്പ് മോളെ. താങ്ക് യു സാർ. അപ്പൊ ഏതാണാവോ ഇന്നത്തെ? ഇന്ന് എം ജി അങ്കിളും അല്ല എം ജി സാറും നിത്യമാമനും എല്ലാം കൂടെ പ്രശ്നം. എം ജി എങ്കിലും നിത്യാമനും കൂടെ അല്ല എം ജി സാറും ചിത്രാമ്മയും കൂടി പാടിയ പാട്ട് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനുണ്ട്. പറഞ്ഞാ പോരെ? പറയാൻ എന്തൊരു കഷ്ടപ്പാട്. വായില് നിത്യമാമൻ പറഞ്ഞു എന്തിനാ മക്കളെ അങ്ങനെ അങ്ങനെ ഇപ്പൊ എല്ലായിടത്തും ചെല്ലുമ്പോ അങ്ങനെ പറയുന്നേ. ഞാൻ പാടി ഏത് പാട്ട് ഡിബേറ്റ് ഉണ്ടെങ്കിലും ഉടനെ പറയും ആ അത് അണ്ണനും നിത്യാമനും കൂടെ പാടിയല്ലേ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞ അതേന്ന് പറയും. മോക്കും അങ്ങനെ ഒരു അസുഖം വന്നല്ലേ? എന്തായാലും അപ്പൊ കൂടെ ശ്രീഹരി സീനിയർ നമ്മുടെ ശ്രീഹരിയോ? സീസൺ 1 ശ്രീഹരി. അറിയാം എന്റെ അടുത്ത ഫ്രണ്ടാ. ഒന്നും പറയാനില്ല. ബെസ്റ്റ് കക്ഷിയാണ് കിട്ടിയത്. ദി ബെസ്റ്റ്. വിളിച്ചോളി. വെൽക്കം ശ്രീഹരിക്കുട്ടൻ. എടാ മക്കളെ, സ്റ്റേജ് വളർന്നു, ഇതുവരെ നീ വളർന്നില്ലല്ലോ. നീ സീസൺ 1 പോലെ തന്നെ ഉണ്ട്. പക്ഷെ നല്ലതാ കേട്ടോ മോനെ. അത് നിനക്കൊരു 80 വയസ്സാകുമ്പോഴും നീ ഇതുപോലെ പിന്നെ 5-ലായി. ഇതൊരു 5 ആയുള്ളൂ. 11 വയസ്സ് 5-ലായി. പിന്നെ അതിന്റെ എന്താണ് 11 വയസ്സോ? ബാക്കി എവിടെ പോയി? 11 വയസ്സ്. അതെങ്ങനെയാ? നീ ആ സീസൺ 1 വരുമ്പോഴത്തേക്ക് 8 വയസ്സുണ്ടല്ലോ. 8 വയസ്സോ? 6 വയസ്സ്. 6ന്റെ മേളിൽ ഇങ്ങനെ 8 ആയിരുന്നു. എനിക്ക് നന്നായിട്ട് അറിയാം. 8 എന്നിട്ട് ഇപ്പൊ 7 വർഷം കഴിഞ്ഞിട്ടും പിന്നെ 11 ആവത്തുള്ളൂ. അയ്യോ, 6 വയസ്സായിരുന്നു. എനിക്ക് തന്നെ ഓർമ്മയുണ്ട്. ഞാൻ വരുമ്പോ 6 വയസ്സ്. അന്ന് സാർ എനിക്കൊരു ഡ്രാഗൺ തന്നു. അത് ഏത് വയസ്സാണെന്ന് എനിക്കറിയാം. 6 വയസ്സ്. ഡ്രാഗണോ? കളിപ്പാട്ടം കൊടുത്തു. ഫസ്റ്റ്. ശരി, അതൊക്കെ ഇരിക്കട്ടെ. പഠിത്തം എങ്ങനെയുണ്ട്? പഠിത്തം നന്നായി പോകുന്നു. A+ ഒക്കെ കിട്ടുന്നുണ്ടോ? ഉണ്ട്. കുറച്ച് സ്കൂളൊക്കെ മിസ്സായി. പിന്നെ നിങ്ങളെല്ലാരും മിസ് ചെയ്യുന്നു. നിങ്ങളെല്ലാരും എന്നെ മിസ് ചെയ്യുന്നില്ലേ? ഞാൻ ഒരു ദിവസം 15 പ്രാവശ്യം നിന്നെ പറ്റി ആലോചിക്കും. ഇടയ്ക്കിടയ്ക്ക് പറയൂ. ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഈ മുക്കിലൊക്കെ നിന്ന് ഓരോരുത്തർ ഇങ്ങനെ അടികൂടുമല്ലോ. അപ്പൊ ഞാൻ നിന്നെ ആലോചിക്കും. എന്റെ ശ്രീഹരി എന്ന്. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തർ അവിടെ കിടന്ന് ചീത്ത വിളിക്കുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും അയൽവക്കത്ത്. അപ്പം നിന്നെ ഞാൻ മക്കളെ ശ്രീഹരി സുഖാണോ മോനെ? സുഖാ സാർ. അവൻ വിശേഷത്തിനൊക്കെ എനിക്ക് കൃത്യമായിട്ട് മെസ്സേജ് അയക്കും. ശരത്തങ്ങളേ സന്തോഷം. എനിക്ക് അയക്കും കേട്ടോ. കൃത്യത നല്ല ചെക്കനാ അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദ്ഗുണ സമ്പന്നനാണ്. അവൻ നന്നായിട്ട് പാടും. അതിനിപ്പോ നിറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. തബലിസ്റ്റ് ആണ്. പിന്നെ മാത്രമല്ല ഒരു പ്രോഗ്രാമിന് 50 രൂപ കുറച്ച് 1 പൈസ കുറച്ചാൽ വാങ്ങിക്കത്തില്ല. 50 രൂപയോ? 50,000. ശ്രീഹരി എന്നെ കണ്ട് ഓർമ്മയുണ്ടോ? ഉണ്ട്. നമ്മള് എന്റെ ചേച്ചിയുടെ മറ്റേ ഹിന്ദുസ്ഥാനി എക്സാമിന് നമ്മൾ രണ്ടുപേരും പരീക്ഷ എഴുതാൻ പോയതാ. അവന്റെ അമ്മയ്ക്ക് അച്ഛനൊക്കെ സുഖമാണോ? സുഖം. അപ്പൂപ്പൻ അപ്പൊ അവിടെ വീട്ടിലിരിപ്പുണ്ട്. എന്റെ അന്വേഷണം പറയണേ. പറയാം.